ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു സ്വിറ്റ്സർലൻഡ് വ്ലോഗുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇന്റർലാക്കന്റെയും അതുപോലെ തന്നെ ഗ്രിൻഡൽവാൾഡിലെയും മനോഹരമായ ദൃശ്യഭംഗികളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്കറിയാം, നമ്മൾ ഗ്രിൻഡൽവാൾഡിൽ വന്നിട്ടാണ് ജങ്പറോയിലേക്ക് മൗണ്ടൻ റെയിലിൽ പോയത്. അപ്പോൾ ആ സമയത്ത് ഗ്രിൻഡൽവാൾഡിലെ കുറച്ച് ഭംഗി നമ്മൾ കാണിച്ചിരുന്നു. അപ്പൊ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ദൃശ്യഭംഗികളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർലാക്കൺ എന്ന് പറയുന്നത് എ വേൾഡ് ക്ലാസ് അഡ്വഞ്ചർ സ്പോർട്സ് ഡെസ്റ്റിനേഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതുപോലെ അതിനൊരു നിക് നെയിം കൂടെ ഉണ്ട്. അതിനെ സ്വിറ്റ്സർലൻഡിന്റെ അഡ്രിനാലിൻ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവുമെന്ന്. അവിടെ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് പാരാഗ്ലൈഡിങ്, സ്കൈ ഡൈവിങ്, ബഞ്ചി ജമ്പിങ്, അതുപോലെ തന്നെ റിവർ റാഫ്റ്റിങ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഫേമസ് പ്രൈം ലൊക്കേഷനാണ്. 2 തടാകങ്ങൾക്കിടയ്ക്കുള്ള ഒരു പ്രൈം ലൊക്കേഷനാണ്. ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. നല്ല എന്ത് മനോഹരാന്ന് നോക്കിക്കേ. ഇവിടുത്തെ ഈ ലേക്കിലെ വെള്ളം തന്നെ കാണാനായിട്ട് എന്തൊരു നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇതിന്റെ ബ്യൂട്ടി. ഇതിപ്പോ നമ്മൾ പോകുന്ന വഴിക്കെടുത്ത ഒരു വീഡിയോ ആണ്. ഇനി അടുത്ത ദിവസം നമ്മൾ ഇവിടേക്ക് ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഭാഗങ്ങൾ ആ സമയത്ത് നമ്മൾ കാണിക്കാം കേട്ടോ ലേക്കിന്റെ. എന്താ ഒരു ഭംഗി നോക്കിക്കുക. റോഡിന് സൈക്കിളുകാർ നമ്മളെ നോക്കി വേവ് ചെയ്തിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ ബ്ലോഗുകളൊക്കെ കണ്ടവർക്കറിയാം, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ധാരാളം തുരങ്കങ്ങളുണ്ടെന്ന്. അതെല്ലാം ഈ പാറ തുരന്നിട്ട് ഉള്ള തുരങ്കങ്ങളാണ്. അപ്പൊ അതുപോലത്തെ 1-2 തുരങ്കങ്ങളിൽ കൂടി ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെ എല്ലാം ഇന്റർലാക്കണിൽ വരുന്ന ഏരിയയാണ് കേട്ടോ. ഇവിടൊക്കെ ഈ ലേക്കിന്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കോഫി ഹട്ടുകളും ലേക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന കെട്ടിടങ്ങളൊക്കെ 3 സ്റ്റാർ ഹോട്ടലുകളൊക്കെയാണ് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഓടിട്ട കെട്ടിടങ്ങളെന്ന് തോന്നും, പക്ഷെ 3 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ ഹോട്ടലുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. തടാകത്തിന്റെ കരയിൽ നിന്നും നമ്മളിപ്പോൾ വീണ്ടും മൗണ്ടൻ ഏരിയയിലേക്ക് വന്നേക്കുവാണ്. ഈ വഴിയുടെ 2 സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കൃഷിസ്ഥലങ്ങളും അതുപോലെ കർഷകരുടെ പണി ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഹട്ടുകളും പശുത്തൊഴുത്തുകളും ഒക്കെയാണ്. എന്ത് ഭംഗിയല്ലേ, നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല.
ഈ റോഡിന്റെ സൈഡിൽ ഈ വെള്ള കളറിൽ വലിയ 2 കെട്ട് കിടക്കുന്ന കണ്ടില്ലേ, അതെന്താണെന്നറിയാവോ? അത് ഈ റോഡിന്റെ പല സ്ഥലത്തും റോഡിന്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അത് വിന്ററിലേക്ക് ഇവർ പശുക്കൾക്കുള്ള തീറ്റ ശേഖരിക്കുകയാണ്. അതായത് ചോളം ഒക്കെ വിളവെടുത്ത് കഴിയുമ്പോൾ അതെല്ലാം കൊത്തിയരിഞ്ഞ് അതിൻ്റെ ഇലയൊക്കെ കൊത്തിയരിഞ്ഞത്, അതുപോലെ പുല്ല് ശേഖരിക്കും. പിന്നെ ഗോതമ്പ് പാടത്തിൽ കൊയ്ത്ത് കഴിയുമ്പോൾ അവിടുന്ന് കച്ചി ശേഖരിച്ച് ഇതൊക്കെ അവരിങ്ങനെ ഈ പ്ലാസ്റ്റിക് റാപ്പിൽ ഒട്ടും കേടാകാത്ത രീതിയിൽ, അതിനകത്ത് വെള്ളമോ വായുവോ ഒന്നും കയറാത്ത രീതിയിൽ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത്, അത് മെഷീൻ വെച്ചാണ് അത് റാപ്പ് ചെയ്യുന്നത്. റാപ്പ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുവാണ് ഈ റോഡിൻ്റെ സൈഡിലൊക്കെ. കാരണം ഇവിടെ അതിഭീകരമായ ശൈത്യമാണല്ലോ, ആ സമയത്ത് ഇതുപോലെ പുല്ലോ കച്ചിയോ ഒന്നും കിട്ടത്തില്ല പശുക്കൾക്ക് കൊടുക്കാൻ. അപ്പം ഇങ്ങനെ ശേഖരിച്ച് വെച്ചാലേ പറ്റുള്ളൂ. കണ്ടില്ലേ ആ സൈഡിലൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുന്നത്. നമ്മുടെ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. നമ്മൾ ഈ സ്വിറ്റ്സർലൻഡ് യാത്ര ചെയ്യുന്നത് ഒരു ക്യാരവാനിലാണ്. ക്യാരവാൻ ട്രിപ്പിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ആദ്യത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് കണ്ടേക്കണേ. നമ്മൾ ക്യാരവാൻ എവിടെ നിന്നാണ് ഹയർ ചെയ്യുന്നതെന്നും അതിനെത്രയാണ് എക്സ്പെൻസ് ആയെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് വ്ളോഗിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് വെയിൽ മങ്ങി കാലാവസ്ഥ മാറി ഇരുള് വന്നിട്ടുണ്ട്. മഴക്കാറാണ്, മഴ പെയ്യുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നമ്മുടെ യാത്രയിലിടയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും വൈകുന്നേരം ഒക്കെയാണ് ഇവിടെ മഴ പെയ്യാറ്. ഇതേ ആ കാണുന്ന 3 നില കെട്ടിടയില്ലേ, അത് ഇവിടുത്തെ പശുത്തൊഴുത്താട്ടോ. കണ്ടാൽ തോന്നും വലിയ കൊട്ടാരം പോലത്തെ വീടാണ്. അതിൻ്റെ പശുത്തൊഴുത്തിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഒരു എപ്പിസോഡിൽ ചെയ്യുന്നുണ്ട്. ഇതും മറ്റൊരു പശുത്തൊഴുത്താണ്. അതാ ഞാൻ പറഞ്ഞ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ധാരാളം പശുത്തൊഴുത്തുകൾ കാണാവുന്ന. ആദ്യത്തെ 1-2 ദിവസം നമ്മൾ ഇവിടെ വന്നപ്പോൾ ആദ്യം നമ്മൾ പുറമേ നിന്ന് ഈ വലിയ ബംഗ്ലാവ് പോലത്തെ വീട് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്തു ഇവിടുത്തെ ഒരു വലിയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പരമ്പരാഗത രീതിയിലുള്ള എന്തോ വലിയ കൊട്ടാരവോ വീടോ ഒക്കെ ആണെന്ന്. അങ്ങനെ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയി ഒരു ദിവസം. അപ്പോൾ കാണാൻ പോയപ്പോഴാണ് മനസ്സിലായത് അത് പശുത്തൊഴുത്തുകളാണെന്ന്. വീണ്ടും നമ്മൾ ലേക്കിൻ്റെ സൈഡിൽ വന്നു. ഇവിടെ എല്ലാം ഹോട്ടലുകളാണ് കേട്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്നത്. ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വാരത്തിലേക്കാണ് നമ്മൾ വീണ്ടും ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മൾ വീണ്ടും ഒരു പുഴയുടെ സൈഡിലെത്തി. ഇത് കണ്ടോ, ഈ വെള്ളം നല്ല കലങ്ങി മറിഞ്ഞ് സിമെന്റിന്റെ കളറിലാണ് ഈ വെള്ളം കാണുന്നത്. ഈ പുഴയുടെ തീരത്ത് കുറച്ച് നേരം നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടു. അവിടെ നിന്ന് നമ്മുടെ കാരവാനിൽ തന്നെ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. എന്നിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയേക്കുവാണ്. ഈ വെള്ളം കണ്ടപ്പോൾ എല്ലാവർക്കും ഇതിനകത്തൊന്ന് ഇറങ്ങണം, ഇതിലൊന്ന് കളിക്കണം എന്നൊക്കെ ഒരു മോഹം. അങ്ങ് മുകളിൽ നിന്ന് മലയിൽ നിന്ന് മഴവെള്ളമാണോ എന്താണെന്നറിയില്ല, കുറച്ച് കലങ്ങിയൊക്കെയാണ് വന്നേക്കുന്നത്. കലങ്ങിയതാണോ ഇതിൻ്റെ കളർ ഇനി ഇങ്ങനെ തന്നെയാണോ എന്നും അറിയില്ല കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അത് നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമാണ്. എൻ്റെ പുറകിൽ നിന്ന് വരുന്ന വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അതിങ്ങനെ കലങ്ങി മറിഞ്ഞ്. സുനിലേട്ടൻ പറയുന്നത് അത് മലയുടെ മുകളിൽ മഴ പെയ്തിട്ട് ആ വെള്ളം ഇങ്ങനെ കലങ്ങി വരുന്നതായിരിക്കും എന്നാണ്. അറിയില്ല എന്താണേലും 2 കളറിലാണ് ഇവിടെയും വെള്ളം. എല്ലാവരും വെള്ളത്തിൻ്റെ തീരത്തിരുന്ന ഓരോരോ കലാപരിപാടികളാണ്. ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലും ഒക്കെ ആയിട്ട്.
അങ്ങനെ കുറച്ച് സമയം എല്ലാവരും വെള്ളത്തിലൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇതും ഗ്രിൻഡൽവാൾഡിലെ ഒരു പ്രൈം ലൊക്കേഷനാണ്. ഒരു എക്സ്പെൻസീവ് ഏരിയ ആണ്. ഇവിടെ ഒക്കെ ഈ റോഡിന്റെ സൈഡിലൊക്കെ കാണുന്നത് ഹോട്ടലുകളാണ്. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഒരു പാർക്കിംഗ് എവിടെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി വെള്ളച്ചാട്ടം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പാർക്കിംഗ് ഉണ്ടോ എന്ന് തപ്പി നടക്കുവാണ്. നല്ല റഷായിരുന്നു അവിടെ. പാർക്കിംഗ് 1-2 പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ പോയി നോക്കി, പക്ഷെ അവിടെ ഒന്നും സ്പേസ് ഇല്ല, ഓവർഫ്ലോ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കറങ്ങി, പക്ഷേ വെരി അൺലക്കി എന്ന് പറയാമല്ലോ, നമുക്കവിടെ പാർക്കിംഗ് കിട്ടിയില്ല. നമ്മൾ ക്യാരവാനിലിരുന്ന് വെള്ളച്ചാട്ടം കണ്ടു, പക്ഷേ അത് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം റെക്കോർഡ് ചെയ്തിട്ട് അതൊരു ഭംഗി തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. കണ്ടില്ലേ, ഇതെല്ലാം ഹോട്ടലുകളാണ്. എന്താ ഒരു ഭംഗിന്ന് നോക്കിക്കേ. അങ്ങകലെ മറ്റൊരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് മുഴുവൻ ഈ ആൽപ്സ് പർവ്വതത്തിലെ ഐസ് ഉരുകി വരുന്ന വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്, ഒത്തിരി വലിപ്പമുള്ളതല്ല, പക്ഷെ നല്ല സ്റ്റീപ്പസ്റ്റ് ആണ്. വളരെ ഉയരത്തുനിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണിതൊക്കെ. അതിനടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ കേബിൾ കാർ സർവീസും ഉള്ളത്.
ഇവിടെ കേബിൾ കാർ മാത്രമല്ല, പാരാഗ്ലൈഡിങ്ങും ഉണ്ട്. പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ കാണാം. നമ്മുടെ ചേച്ചിക്ക് പാരാഗ്ലൈഡിങ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹവുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ചേച്ചിക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ കേബിൾ കാറിൽ നിന്നുള്ള ദൃശ്യങ്ങളും കേബിൾ കാറിൻ്റെ ചാർജും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.